ഈ ഗോത്രം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും അവർ ക്ലസ്റ്റർ ആയിട്ടാണ് ജീവിക്കുന്നത്. അടുത്തടുത്ത് കഴിഞ്ഞാൽ മുട്ടി നിൽക്കും. നമ്മൾ ഇവിടെ കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരു ഗ്രാമം നമ്മൾ ഈ കൽപ്പാത്തി ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ ബ്രാഹ്മണരുടെ അതാണ് നമ്മൾ ശരിക്കും ഗ്രാമം. ഈ ഗ്രാമം കേരളത്തിലില്ല. അതായത് വേലി കെട്ടി തിരിച്ച് സ്വന്തം വീടിനും അതിനൊരു വലിയ അതിർത്തിയും ഉണ്ടാക്കാൻ അന്ന് തൊട്ടേ മലയാളിക്ക് താല്പര്യവും ആഗ്രഹവും അതായിരുന്നു. അല്ല, അങ്ങനെ താല്പര്യപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ആയതെന്ന് കഴിഞ്ഞാൽ മനുഷ്യന്റെ നേച്ചർ അല്ലത്. ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി മനുഷ്യരങ്ങനെ ചൂസ് ചെയ്തതല്ല. ഞാനത് കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അത് ചരിത്രപരമായിട്ട് ഒന്നുകൂടെ പരിശോധിച്ചൊക്കെ എടുക്കാവുന്ന കാര്യമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ കീഴില്ല എന്നാൽ ലോക്കൽ രാജാക്കന്മാർ, നമ്മൾ പ്രിൻസിപ്പൽ ചെറിയ പ്രിൻസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചെറിയ രാജാക്കന്മാരാണ്. പക്ഷെ അവരുടെ കീഴിലാണ് ഭൂമി മുഴുവൻ. അപ്പോൾ ഒരു കൂട്ടർ വന്നാൽ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ആളില്ലാത്തടത്ത് നിങ്ങൾ പോയി താമസിക്കാനായിട്ട് അത് നോക്കാനായിട്ട് അവരെ ഉപയോഗിക്കുന്ന ഒരു യുക്തി ആയിരിക്കാം ഇത് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് മനുഷ്യർ അങ്ങനെ ആകത്തില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കാനേ ആളുകൾ ആലോചിക്കും. നിർബന്ധിതമായി കാവൽക്കാരനാകേണ്ടി വന്നതാണ്. ഞാനത് റീഡ് ചെയ്തെടുത്തതാണ്. അല്ലാതെ ഒരു റീസൺ മനുഷ്യർക്ക് തമിഴ്നാട്ടിലുള്ള മനുഷ്യർ തന്നെയാണിത്. അതെ, മലയാളികള് ഈ മല കടന്നത് കൊണ്ടാണ് ആ ഭാഷാപരമായ മാറ്റം വരുന്നത്. ആ മാറ്റം വരുന്ന അതേ ജനത തന്നെയാണ് ഇപ്പുറത്തും ഉണ്ടായിരുന്നത്. ആ ജനത ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവിടോട്ട് കടന്നു കഴിഞ്ഞാൽ മാറി മാറി അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ അങ്ങനെ മനുഷ്യരാകത്തില്ല.